വേനൽ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയിൽ മാത്രം 32 സെൽഷ്യസ് ആണ് ചൂടിന്റെ വ്യാപ്തി. നഗരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൂടാല്ലേ? ശരിക്കും 2 മാസം കൂടി ഇല്ലേ? 2-3 മാസം. പക്ഷെ ഇപ്പൊ തന്നെ എന്ത് ചൂടാ തുടങ്ങി. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊന്നും അത്ര ചൂടില്ല. പിന്നെ ഈ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ചൂട് കാണിക്കും. നിങ്ങൾ എങ്ങനെയാ ഇവിടെ കച്ചവടം ചെയ്യുന്നപ്പോ ഈ ചൂടത്ത്? ചൂട് ആറിന്റെ ശേഷം കച്ചവടം ചെയ്യും. 5 മണിക്ക് ശേഷം. 5 മണിക്ക് ശേഷം അതുവരെ നല്ല ചൂടായിരിക്കൂല്ലേ? നിൽക്കാനാവുന്നില്ലല്ലോ. 32 ഡിഗ്രി സെൽഷ്യസാ കാണിക്കുന്നത്. രാവിലെ 7 മണിക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ആരംഭിക്കുന്ന ചൂട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും 32 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുകയാണ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും ചേർന്ന് യഥാർത്ഥ താപനിലയേക്കാൾ ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുക. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത ഏറെയാണ്. സൂര്യാഘാതം ഏൽക്കാനും നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തുറസായ സ്ഥലങ്ങളിൽ 11 മുതൽ 3 വരെ മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കണം. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ പകൽ സമയത്തെ പുറംജോലികളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് മുന്നറിയിപ്പുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ഒരു കൂട്ടം ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത്. നഗരത്തിലെ പലയിടങ്ങളിലും സ്ഥിതി ഇതുതന്നെയാണ്. എല്ലാ കാലത്തെയും പോലെ തന്നെ വേനൽക്കാലമായാൽ പലയിടങ്ങളിലും തണ്ണീർപന്തലുകൾ സജീവമായിരിക്കും. നട്ടുച്ച സമയത്ത് തണലും തേടിയിട്ട് വരാണ് വെള്ളം കുടിക്കാനായിട്ട്. ഇങ്ങോട്ട് ഇവിടെ വരുന്ന വെള്ളമൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. ഓട്ടോറിക്ഷക്കാരും എല്ലാത്തവരും എല്ലാവരും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഒച്ചടം കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് തട്ടിമുട്ടിയാണ് പോണ്. ബത്തയ്ക്ക വെള്ളമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് സലാഡ, പപ്പായ, പൈനാപ്പിൾ, കക്കിരി. കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസമാണ് ഈ തണ്ണീർപന്തൽ. നഗരത്തിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടിയേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നഗരത്തിലിറങ്ങുന്നവർ കുടയും വെള്ളവുമായി ഇറങ്ങേണ്ട അവസ്ഥയാണ്. ആകെ ഒരു ആശ്വാസം ഇതുപോലുള്ള തണ്ണീർപന്തലുകളാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.